പിന്നല്ലേ എനിക്ക് എന്നെ ഇഷ്ടമാണ്. എന്നല്ല, എനിക്ക് നിന്നെ ഇഷ്ടം. അതൊക്കെ പോട്ടെ, നിന്റെ പ്ലസ് ടു റിസൾട്ട് എന്തായി? ഒരു 4 പോയിട്ടുള്ളൂ. നീയേ ആദ്യം പോയി പ്ലസ് ടു ജയിച്ചു വാ, എന്നിട്ട് നോക്കാം നമുക്കിതൊക്കെ. എന്താ അവിടെ പ്ലസ് ടു കുട്ടികൾ ജീവിക്കണ്ടേ? സ്വാഭാവികമായും നിങ്ങൾക്കറിയാമല്ലോ ഇനി എൻ്റെ റിവെഞ്ച് സീനാകുമെന്ന്. വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു വലിയ കമ്പനിയിലെ മാനേജറാകുന്നു. അവിടേക്ക് ഇൻ്റർവ്യൂക്ക് വേണ്ടി ഞാൻ പ്രപ്പോസ് ചെയ്ത ആ പഴയ പെൺകുട്ടി വരുന്നു. എന്നെ കണ്ട് ഞെട്ടുന്നു. ആഹാ, എന്ത് അടിപൊളി സീനല്ലേ. പക്ഷേ ആ സീന് ഈ കഥയിലില്ല. ബട്ട് ദുൽഖർ പറഞ്ഞ പോലെ ചെറിയ ലക്ഷ്യങ്ങൾ തട്ടിപ്പോകുന്നവർക്കൊക്കെ വലിയ ലക്ഷ്യങ്ങൾ കാത്തിരിക്കുന്നുണ്ടാകും. അതെ, അന്ന് അവൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് പഠിക്കണമെന്നും റിവെഞ്ച് അടിക്കണമെന്നൊക്കെ തോന്നിയത്. റിവെഞ്ചായി തുടങ്ങിയ പഠനം ഇന്ന് എന്നെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചിരിക്കുന്നു. സോ നോ ഐ ആം ഹാപ്പി ബിക്കോസ് ഓഫ് മൈ ഡിസിഷൻസ്. അത്തരം എൻ്റെ നല്ല തീരുമാനങ്ങൾ ഞാൻ എടുത്തത് എജു പ്ലസിൽ നിന്നാണ്. എജു പ്ലസ് പഠനം മാത്രമല്ലത് ലക്ഷ്യങ്ങൾ കൂടെയാണ്.